ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രക്ഷുബ്ധമായി ഇന്ന് നിയമസഭ. പ്രതിഷേധവുമായി നടുത്തളത്തിലിറങ്ങിയ പ്രതിപക്ഷ അംഗങ്ങൾ സ്പീക്കറുടെ ഡയസിൽ കയറിയതോടെ അസാധാരണമായ സംഭവങ്ങൾക്കാണ് സഭ വേദിയായത്. അൻവർ സാദത്താണ് ആദ്യം ഡയസിലേക്ക് കയറാൻ ശ്രമിച്ചത്. താൽക്കാലികമായി നിർത്തിവെച്ച സഭ മിനിറ്റുകൾക്കുള്ളിൽ സമ്മേളിച്ചെങ്കിലും പ്രതിപക്ഷം ബഹളം തുടർന്നു. ബാനറുകൾ പിടിച്ചുമാറ്റാൻ വാച്ച് ആൻഡ് വാർഡ് ശ്രമിച്ചത് കയ്യാങ്കളിക്ക് ഇടയാക്കി. ഇതിനിടെ മാത്യു കുഴൽനാടൻ സ്പീക്കറുടെ ഡയസിൽ കയറി. ഇതോടെ വീണ്ടും സഭ തടസ്സപ്പെട്ടു. പ്രതിപക്ഷത്തെ പ്രകോപിപ്പിക്കാനാണ് ശ്രമം നടന്നതെന്നും ജനാധിപത്യ രീതിയിലാണ് പ്രതിപക്ഷം പ്രതിഷേധിച്ചതെന്നും വീണ്ടും സഭ ചേർന്നപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. പിന്നാലെ സഭാ നടപടികൾ പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. ജനാധിപത്യ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ പ്രതിഷേധിച്ചത്. ഞങ്ങളെ പ്രകോപിപ്പിച്ചത് വാച്ച് ആൻഡ് വാർഡാണ്. ജനാധിപത്യ രീതിയിൽ ഈ വെല്ലിലിറങ്ങി പ്രതിഷേധിക്കാത്ത ഏത് പ്രതിപക്ഷമാണ് കേരളത്തിന്റെ നിയമസഭാ ചരിത്രത്തിലുള്ളത്? എല്ലാ പ്രതിപക്ഷവും വെല്ലിലിറങ്ങി പ്രതിഷേധിച്ചിട്ടുണ്ട്. വെല്ലിലിറങ്ങി പ്രതിഷേധിച്ച പ്രതിപക്ഷത്തിന്റെ ബാനർ പിടിച്ചു വാങ്ങി ഞങ്ങളെ പ്രകോപിപ്പിക്കാനാണ് ശ്രമിച്ചത്. അക്രമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. ഞങ്ങളൊരു അക്രമം ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ ജനാധിപത്യപരമായ രീതിയിൽ തന്നെയാണ് സമരം നടത്തിയത്. സാർ, ഇത് വളരെ ഗുരുതരമായ കേരളത്തിലെ ജനങ്ങൾ ഞെട്ടലോടുകൂടി നോക്കിക്കാണുന്ന ഒരു സംഭവമാണ്. അതിൽ ഗവൺമെന്റിന് പങ്കുണ്ട് സാർ. അതിൽ ഞങ്ങൾ ശക്തിയായി പ്രതിഷേധിക്കുന്നു. ഞങ്ങൾക്ക് നിയമസഭാ നടപടികളുമായി ഞങ്ങൾക്ക് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ പൂർണ്ണമായി നിയമസഭാ നടപടികൾ ബഹിഷ്കരിക്കും. പ്രതിപക്ഷത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകിയത്. കാണിക്കാൻ പാടില്ലാത്ത കോപ്രായങ്ങൾ പ്രതിപക്ഷം സഭയിൽ കാട്ടിയെന്നും ഇതിനെ അപലപിക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ പറഞ്ഞു. സാർ, ഇത് ബോധപൂർവം കുഴപ്പം സൃഷ്ടിക്കാൻ വേണ്ടിയാണ്. നാട്ടിൽ ചെലവാകാത്ത കാര്യം, കോടതിയുടെ മുന്നിൽ ചെലവാകാത്ത കാര്യം, കോടതിയിൽ നിന്ന് ശക്തമായ അടി ഏറ്റപ്പോൾ ഇവിടെ വന്ന് ബഹളം വെച്ച് കാര്യങ്ങൾ നേടാനാണ് നോക്കിയത്. സാർ, ഇത്തരത്തിലുള്ള നിയമസഭയിൽ കാണിക്കാൻ പാടില്ലാത്ത കോപ്രായങ്ങൾ അത് എന്തിനു വേണ്ടിയാണെന്ന് ആലോചിക്കണം. ഇത് തീർത്തും അപലപനീയമാണ്. ഈ സഭ അപലപിക്കണം. ഇത്തരം നടപടികൾ പ്രതിപക്ഷം സ്വീകരിക്കുന്നത് തീർത്തും അപലപിക്കേണ്ട കാര്യമാണ്. ജനാധിപത്യ അവകാശം പ്രതിപക്ഷത്തിന് മാത്രമല്ല ഉള്ളതെന്ന് സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു. കേരളം പോലെ ഏറ്റവും ഉയർന്ന മൂല്യമുള്ള സഭയ്ക്ക് ചേരുന്നതല്ല ഇത്തരം രീതികളെന്നും സ്പീക്കർ സഭയിൽ പറഞ്ഞു. ജനാധിപത്യ അവകാശം LOPക്കും പ്രതിപക്ഷത്തിനും മാത്രമല്ല സ്പീക്കർക്കുണ്ട്. അത് ഫെയർ ആണോ എന്ന് നിങ്ങളാണ് ചിന്തിക്കേണ്ടത്. സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് സ്പീക്കറുടെ ഒരു അന്ധനെ പോലെയാക്കി ഈ രീതിയിൽ ജനാധിപത്യം കൈകാര്യം ചെയ്തത് ശരിയാണോ? അത് ബഹുമാനപ്പെട്ട LOP പരിശോധിക്കേണ്ട കാര്യമാണ്. ഇവിടെ ജനാധിപത്യ രീതി എന്ന് പറയുമ്പോൾ ജനാധിപത്യ അവകാശം വെറും പ്രതിപക്ഷങ്ങൾക്ക് മാത്രമല്ല സ്പീക്കർക്കുമുണ്ട്. സ്പീക്കറുടെ മുഖം പൂർണ്ണമായി മറച്ച് സ്പീക്കർക്ക് ആളുകളെ കാണാത്ത രീതിയിൽ കൈകാര്യം ചെയ്ത രീതി ശരിയായില്ല. പ്യൂർലി അൺഫെയർ ആണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രിയും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ ഉയർത്തിയാണ് പ്രതിപക്ഷാംഗങ്ങൾ സഭയ്ക്ക് പുറത്തേക്ക് എത്തിയത്. ആ ദൃശ്യങ്ങൾ കാണാം. ആർ ശ്രീജിത്ത് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, ഇന്ന് സഭയിൽ പ്രതിപക്ഷം ഉയർത്തിയ പ്രതിഷേധം അതിരുകടന്നോ? എന്താണ് സഭയിൽ സംഭവിച്ചത്? മുഖ്യമന്ത്രി നൽകിയ മറുപടിയുടെ ഉള്ളടക്കം എന്താണ്? GK 2015 ബജറ്റ് സമ്മേളനത്തിലെ പ്രശ്നങ്ങളോളം എത്തിയില്ലെങ്കിലും വളരെ അസാധാരണമായ കാഴ്ചകൾക്കാണ് ഇന്ന് കേരള നിയമസഭ സാക്ഷ്യം വഹിച്ചത്. ചോദ്യോത്തരവേളയുടെ തുടക്കത്തിൽ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം ആയുധമാക്കി പ്രതിപക്ഷം പ്രതിഷേധത്തിന് ഇറങ്ങിയതാണ് സഭയിൽ ശബ്ദായമാനമായ രംഗങ്ങൾക്ക് വഴിവെച്ചത്. വലിയ തോതിലുള്ള പ്രതിഷേധമാണ് സഭയ്ക്കകത്ത് അരങ്ങേറിയത്. പ്ലക്കാർഡുകളും ബാനറുകളുമായി പ്രതിപക്ഷം തുടക്കത്തിൽ തന്നെ സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങി. പ്രതിപക്ഷത്തെ നേരിടാനായി ഭരണപക്ഷാംഗങ്ങളും അവരുടെ മുൻനിരയിലേക്ക് വന്ന് മുദ്രാവാക്യം വിളിക്കുന്ന കാണാമായിരുന്നു. 9:39 ഭരണപക്ഷത്തെ വെല്ലുവിളിച്ചുകൊണ്ട് സ്പീക്കറുടെ ഡയസിലേക്ക് പ്രതിപക്ഷം ഇരച്ചു കയറി. ആലുവ MLA അൻവർ സാദത്താണ് സ്പീക്കറുടെ ഡയസിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചത്. അദ്ദേഹത്തെ വാച്ച് ആൻഡ് വാർഡ് പിടിച്ചു നീക്കുകയായിരുന്നു. അതോടുകൂടി സഭ ഒന്നാം ഘട്ടമായി നിർത്തിവെച്ചു. പിന്നീട് 10 മണിക്ക് സഭാ സമ്മേളനം പുനരാരംഭിച്ചപ്പോഴും ഇതേ ദൃശ്യങ്ങൾ തന്നെയാണ് ആവർത്തിച്ചത്. നിയമമന്ത്രി
പി രാജീവും മറ്റും വിശദീകരിക്കുന്നതിനിടെ പ്രതിപക്ഷത്തിന്റെ ബാനർ വാച്ച് ആൻഡ് വാർഡ് പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു. ഇതിനിടയ്ക്ക് വാച്ച് ആൻഡ് വാർഡുമായി പ്രതിപക്ഷങ്ങൾ ഉന്തും തള്ളും പിടിവലിയും മറ്റും ഉണ്ടായി. ഇതിനിടയിലാണ് മുൻനിരയിലൂടെ കൈവരി ചാടിക്കടന്ന മാത്യു കുലനാടൻ MLA സ്പീക്കറുടെ തൊട്ടുമുന്നിലേക്ക് എത്തിയത്. പ്രതിപക്ഷ സ്പീക്കർക്കും മാത്യു കുലനാടൻ MLAക്കും ഇടയിൽ വാച്ച് ആൻഡ് വാർഡ് ഒരു വാച്ച് ആൻഡ് വാർഡ് അംഗം അണിനിരന്ന് പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് സഭ നിർത്തിവെക്കുന്നതായി അറിയിച്ച് AN ഷംസീർ പുറത്തുപോവുകയായിരുന്നു. ഈ സമീപകാലത്തൊന്നും കേരള നിയമസഭ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കും നാടകീയമായ രംഗങ്ങൾക്കുമാണ് ഇന്ന് സഭ സാക്ഷ്യം വഹിച്ചത്. ശരി, ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. നിയമസഭയിൽ ഇന്ന് അസാധാരണമായ രീതിയിലുള്ള പ്രതികരണമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. മുഖ്യമന്ത്രി ശക്തമായ ഭാഷയിൽ ഇന്ന് സഭയിൽ പ്രതികരിക്കുകയും ചെയ്തു. അതിന്റെ വിശദാംശങ്ങളാണ് ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.